ഹായ് ഇറ്റ്സ് മീൽ ഷൈലിയാസ് ഫ്രോം ഗുഡ് ഡിസൈൻ. അപ്പോൾ ഇത് പുതിയൊരു കളക്ഷനാണ്. നമ്മൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഡിസൈൻ ആട്ടോ മൊഡാൾ സിൽക്കിൽ വരുന്ന സൂപ്പർ ഒരു പീസാണ്. മൊഡാൾ സിൽക്കിൽ നെക്കിന്റെ ഏരിയയിൽ കുറച്ച് ചെറിയ വീവിങ് വരുന്നത് സെയിം തന്നെ സ്ലീവിലേക്കും ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡ് പോർഷനിൽ കൂടെ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ്. ദുപ്പട്ടയ്ക്ക് സെയിം ആയിട്ടുള്ള പ്രിന്റ് ആയിരിക്കും സ്ലീവ്സിന് വരിക. കാരണം നോർമലി നമ്മൾ ടോപ്പും സ്ലീവും ഒരേ ഒരു പ്രിന്റിലാണല്ലോ വരുന്നത്. സ്ലീവ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ജസ്റ്റ് കണ്ട ഇവിടെ ഒരു ബനാറസി ടൈപ്പിൽ വരുന്ന ഒരു വീവിങ് വരുമല്ലോ, നമ്മൾ സെറി വീവിങ് കൂടെ വരുന്നതാണ്. അടിപൊളി ഒരു ഫംഗ്ഷൻ. സാധാരണ മൊഡാൾ സിൽക്ക് എടുക്കുന്ന ആളുകൾ പറയും മെറ്റീരിയലൊക്കെ നല്ലതാണ്, പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈനും കൂടെ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഫംഗ്ഷൻ വേറെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയാറുണ്ട് കേട്ടോ. ഞാൻ പറയും മൊഡാൾ മെറ്റീരിയൽ തന്നെ കാണുമ്പോൾ റിച്ച് ലുക്കാണ്, പക്ഷേ വർക്ക് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് മൊഡാൾ സിൽക്കിൽ അങ്ങനെ കുറച്ചുകൂടെ വർക്ക് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ വേറെ ആയിട്ട് യൂസ് ചെയ്യാനൊന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു പീസാണ്. ഇനി കുറെ ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയമാണല്ലോ, അപ്പൊ എല്ലാവരും തന്നെ ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യട്ടാ. പിന്നെ എന്താ പറയാ, പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട്, DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. നിങ്ങൾ ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക. അതുപോലെ റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ വീഡിയോ ടൈം മറ്റത് രാവിലെ 10 മണി ഉച്ചയ്ക്ക് 1 മണി എന്നുള്ളതായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് 1 മണിക്കുള്ള വീഡിയോസ് നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് അതിൻ്റെ ഒരു എന്താ പറയാ പെയിന്റിങ് വന്നിട്ടുണ്ട്. പെയിന്റിങ് വെച്ചാൽ നമ്മൾ ഇടാണ്ടിരിക്കാറുണ്ട്. പക്ഷെ ഇനി മുതൽ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മണിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്കും വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പൊ ആരും തന്നെ മുടങ്ങാണ്ട് ഡയറി വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ഓരോന്ന് പറഞ്ഞായിട്ട് കാണാം. മൊത്തം 10 ഡിസൈൻ ആണുള്ളത് അല്ലെ, 10 ഡിസൈൻ ആണുള്ളത്. അപ്പൊ അതിലൊരു സങ്കടകരമായ കാര്യം എന്താ വെച്ചാൽ ഈ എല്ലാ കളേഴ്സിന്റെ പീസസ് അവൈലബിൾ ആണ്, റെഡി ടു ഡിസ്പാച്ച് ആണ്. പക്ഷെ ഞാൻ ഇട്ടിട്ടുള്ള ഈ പീസിൽ ടോട്ടൽ ഓരോ ഇതിലും 3 പീസ് വന്നിട്ടുള്ളൂ. കാരണം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് 4890 വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് പ്രീ ഓർഡറിലാണ് ഇതിന്റെ ഇത് എടുക്കുന്നത്. കാരണം കോസ്റ്റ് ഇത്രയും കൂടുതലായ കാരണം തന്നെ നമ്മൾ കൂടുതൽ ഐറ്റംസ് സ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഓരോ പീസിലും 3 പീസ് വെച്ചിട്ടേ ഉള്ളൂ. നോർമലി നമുക്ക് കൂടുതലാണ്, ഇത് ഭയങ്കര കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസും കൂടെ അറിയണമല്ലോ. അപ്പൊ 3 പീസ് ഓർഡർ ചെയ്തില്ല, ഇതിലത്തെ 2 പീസും ഷോപ്പിൽ നിന്ന് പോയിട്ടുണ്ട്. വേറെ എന്താ വെച്ചാൽ ഞാൻ ഇട്ട പീസും ഷോപ്പിൽ നിന്ന് നോർമലി ഞാനിപ്പോ ഇന്നാ പർച്ചേസ് ചെയ്ത് എത്തിയ കേട്ടോ. ആ പർച്ചേസ് എത്തിയ സമയത്ത് ഇന്നലെ തന്നെ എന്റെ ഡ്രസ്സിലേക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഷോപ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ കസ്റ്റമേഴ്സിന് ഇഷ്ടമാവുകയും ചോദിക്കുകയും ചെയ്തപ്പോൾ ഈ ഒരു പീസും ഓൾറെഡി ആ പെട്ടുള്ള പീസ് പോയതാണ്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയലത്തെ 2 പീസും പോയിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമേ അതേ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യാൻ മാത്രമാണ് ഞാൻ ഇപ്പൊ ഡ്രസ്സുകളൊക്കെ ഉള്ളത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇത്രയും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്താതൊക്കെ ചെയ്യാറെന്ന് ചോദിക്കാറുണ്ട്. അതില് എല്ലാ പീസും ഞാൻ എടുക്കാറില്ല. നമുക്ക് എന്റെ മെഷർമെന്റ് ഉള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അപ്പൊ അവർക്കാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ആരെങ്കിലും എന്റെ മെഷർമെന്റ് ഉള്ളവരുണ്ടെങ്കിൽ ചോദിക്കട്ടെ. ജസ്റ്റ് ഈ വീഡിയോക്ക് വേണ്ടി 5 മിനിറ്റ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പോ മൊത്തം 10 പീസാണുള്ളത്. പോരുന്നത് കണ്ടോണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായ പീസാണ്. പക്ഷെ നമുക്ക് മെറ്റീരിയൽ കാണുന്നതിലും റിച്ച് ലുക്ക് ഉണ്ട്. അത് സ്റ്റിച്ച് ചെയ്തിട്ടപ്പോൾ ഞാനിപ്പോൾ ഷോൾ ഇങ്ങനെ കവർ ചെയ്ത കാരണം അറിയാത്തത്. ഫുൾ ആ നെക്കിന്റെ ഏരിയ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം എല്ലാണ്ട് നീട്ടി വലിച്ചിട്ട് ഇതാക്കുന്നില്ല, അത്യാവശ്യം പീസ് കാണിക്കേണ്ടതുണ്ട്. മൊഡാൾ സിൽക്ക് മെറ്റീരിയൽ ആണ്, 3 മീറ്റർ ഉണ്ടായിരിക്കും ടോപ്പിന്റെ മെറ്റീരിയൽ. 3 മീറ്ററിൽ അത്യാവശ്യം നമുക്കൊരു 46 ഒക്കെ ലെങ്ത് വരുന്നുണ്ട്. ടോപ്പിന്റെ ലെങ്ത് 46, 47. ഞാനിപ്പോ എക്സ്ട്രാ കണ്ടില്ല, എനിക്ക് ഞാനൊരു ബ്ലാക്ക് പോർഷൻ ഒരു സ്ലീവ് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ഷോൾഡർ സൈഡിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഓക്കെയാണ്. 47 ലെങ്ത് ഒക്കെ കിട്ടും. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഞാൻ 49 ആണ് ഇട്ടിട്ടുള്ളത്. 2 ഇഞ്ചിന്റെ ഒരു ബോർഡർ എക്സ്ട്രാ താഴേക്ക് ചേർത്തിട്ടുള്ള നിങ്ങൾക്ക് ബാക്ക് പോർഷനിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ 4XL സൈസ് വരെ കിട്ടും. നെക്കിന്റെ ഏരിയ ആണ് ഈ വരുന്നത്. ഫ്രണ്ട് ഏരിയയിലേക്ക് ഇതുപോലൊരു സെറി ബോർഡർ വരുന്നുണ്ട്. ചെറിയ ബൂട്ടാസും കൂടെ വരുന്നുണ്ട് ഇടയിൽ. നോർമൽ ഇത് മാത്രമല്ല, ബൂട്ടാസും കൂടെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മൊത്തത്തിൽ നല്ലൊരു റിച്ച് ലുക്കായിട്ട് മാറിയിട്ടുണ്ട്. ആ മെറ്റീരിയൽ വൈസും അത് ഡിസൈനും ഒക്കെ കൂടെ കേട്ടോ. ബാക്ക് പോർഷനിലും സെയിം തന്നെ ഇതേപോലെ ഒരു ബോർഡർ ബാക്ക് ഏരിയയിൽ ലോവർ പാർട്ടിൽ വരുന്നതാണ്. ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത്. സ്ലീവിന്റെ പ്രിന്റ് ഡിഫറെന്റ് ആണ് കേട്ടോ. ഇതിന്റെ സ്ലീവിന്റെ പ്രിന്റ് ഡിഫറെന്റ് ആണ്. ഈ പ്രിന്റ് ആയിരിക്കും ദുപ്പട്ടയിലെ ബോഡി പാർട്ടിന് വരിക. ഓക്കെ, ഫസ്റ്റ് ആണ് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലുള്ള പീസാണ്. അതിലേക്ക് കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് വരുന്നത്. നല്ലൊരു ബ്രിക്ക് റെഡ് കോമ്പിനേഷൻ, ബ്രിക്ക് റെഡ് മെറൂൺ മിക്സ് ആയിട്ടുള്ളൊരു നമ്മുടെ മൊഡാളിന്റെ നോർമൽ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ് വരുന്നത്. ഇതാണ് ഡിസൈൻ. അതിൽ പല്ലു സെറി വീവ്സ് വരുന്ന ബോർഡറും ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ വിത്ത് ടെസൽസ് ആണ്. സൂപ്പർ പീസാണ്. ഒരു ഫംഗ്ഷൻ വെയറിന് അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്കൊരു ഭയങ്കര ആർഭാടം, ഭയങ്കര കുത്തിത്തർക്കലൊന്നും ഇല്ലാത്ത ഒരു ഡ്രസ്സാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി പീസാണ്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ്. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ്. 47 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും മെറ്റീരിയലിൻ്റെത്. അതുപോലെ തന്നെ 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം പ്രിന്റ് ആണ് വരിക. നെക്ക് ഏരിയയിലേക്ക് കേട്ടാ ഇതുപോലെ ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെറി വീവിംഗ് ആണ് കേട്ടോ. ഫുള്ള് അത് നല്ല കുത്തിത്തറക്കുന്ന ടൈപ്പിലുള്ള സെറി അല്ല,
ഫൈൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഫുൾ ബൂട്ടാസും വരുന്നുണ്ട്, സെറി ബൂട്ടാസും കൂടെ വരുന്നുണ്ട്. ഓവറോൾ നല്ല അടിപൊളിയാണ്. താഴ്ഭാഗത്ത് ആ ഒരു ഇത് വരുമ്പോൾ നല്ല റിച്ച് ലുക്ക് വരുന്നുണ്ട്. സെയിം തന്നെ ബാക്ക് പോർഷനിലും ആ ഒരു ബോർഡർ വരുന്നുണ്ട്. സ്ലീവിന്റെ ഏരിയയാണ് ഡിഫറെന്റ് പ്രിന്റ് വരുന്നത്. കണ്ട ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട്. സ്ലീവിന്റെ അടിയിലേക്ക് കണ്ടില്ലേ ഒരു ഡിസൈൻ. അതുകൊണ്ട് വരുമ്പോൾ മൊത്തം ഓവറോൾ നല്ലൊരു റിച്ച് ലുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 മീറ്റർ ഉണ്ടായിരിക്കും കേട്ടോ ടോപ്പിന്റെ മെറ്റീരിയൽ. സ്ലീവ് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഫുൾ സ്ലീവിനും തികയും കേട്ടോ. 3 മീറ്റർ ഉണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. കോൺട്രാസ്റ്റ് ദുപ്പട്ട, നല്ലൊരു ഇൻഡിഗോ ബ്ലൂ വിത്ത് പല്ലു കേട്ടോ. നല്ല റിച്ച് ലുക്ക് ഉണ്ട് സംഭവം. നമുക്ക് വീഡിയോയിൽ കാണുന്നതിൽ ഭയങ്കരമായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് മുതൽ നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നത് തന്നെയാണ്. ഇതിന്റെ ഡിസൈൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളി ഡിസൈനാണ്. ബോഡി പാർട്ടിൽ വരുന്ന ഡിസൈൻ നല്ല ഇൻഡിഗോ, ഡീപ്പ് മെറൂൺ, ബ്ലാക്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. 3 മീറ്റർ ഉണ്ടായിരിക്കും ടോപ്പിന്റെ മെറ്റീരിയൽ, സ്ലീവ് അടക്കം. 46, 47 ഒക്കെ ലെങ്ത് ഉണ്ട്. 47 ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് 4XL സൈസ് ചെയ്യാൻ പറ്റുന്ന പീസാണ്. അത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ ഞാൻ 49 തന്നെ പറഞ്ഞല്ലോ. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ താഴേക്ക് ജോയിൻ, അത് എനിക്ക് തോന്നുന്നു താഴേക്ക് ഒന്നുകൂടെ വരുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ട് കേട്ടോ. അത് ആ ബ്ലാക്ക് ബോട്ടം കൂടെ വരുമ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് ബ്ലാക്ക് ബോട്ടം ഓക്കെയാണ്. നമുക്ക് എക്സ്ട്രാ ഒരു ബോർഡർ പോലെ കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഓൾറെഡി അങ്ങനെ ഒരു ബോർഡർ ഇതിന് വരുന്നുണ്ട്. ഒരു കണ്ടാ അങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് പോവുമല്ലോ. പക്ഷെ അപ്പോൾ അത് ആ ഒരു ബോർഡറും കൂടെ ഉണ്ടെങ്കിലാണ് ഇതിന് ശരിക്കും ഒരു ആ കംപ്ലീറ്റ് ലുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. 4XL സൈസ് ഉണ്ടായിരിക്കും. ടോപ്പ് ലെങ്ത് അത്യാവശ്യം ഉണ്ട്. പിന്നെന്താ, ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ സെയിം പ്രിന്റ് ആയിരിക്കും സ്ലീവിന്റെ ഏരിയയിലേക്ക് വരും, പക്ഷെ ബ്ലൂ കളറിൽ തന്നെ കേട്ടോ. കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ്. അടിഭാഗത്ത് നല്ലൊരു ചെറിയ വീവ്സ് വരുന്നുണ്ട്. അടിപൊളി പീസാണ്. ബോഡി ഓൾ ഓവർ ഇതുണ്ട് കേട്ടോ. ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നാൽ നല്ലൊരു ഡീപ്പ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. അതിന്റെ പ്രിന്റും അടിപൊളി പ്രിന്റ് കേട്ടോ. അതിലും ഫുള്ള് ബൂട്ടാസ് വരുന്നുണ്ട്. ഇതിന്റെ ആ ഒരു സെറി എന്നുള്ളത് കുത്തി തറയ്ക്കുന്ന ടൈപ്പ് സെറി അല്ല. എന്തൊരു റിച്ച് ലുക്കാന്ന് നോക്കിയാൽ ഒരു ഫംഗ്ഷൻ വെയറിന് കണ്ടാ, ഫംഗ്ഷൻ വെയറിന്. അപ്പൊ ഇനി മൊഡാലിട്ടിട്ട് ഫംഗ്ഷൻ വെയറിന് വർക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയും നമുക്ക് എന്തായി മാറി കിട്ടിയിട്ട് കുറച്ചും കൂടെ ഒരു വർക്കും ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ സ്ലീവിന്റെ ഏരിയ ആണ് ഈ കാണുന്നത്. സ്ലീവാണ് വേറെ പ്രിന്റിലാണ് വരിക. സെയിം ഷെയ്ഡ് തന്നെ, പക്ഷെ വേറെ പ്രിന്റ് ആണ്. ഇതാണ് സ്ലീവ് വരിക. സ്ലീവിന്റെ അടിയിലേക്ക് വരുന്ന സെറി ബോർഡർ ആണ്. അത് 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. നല്ല ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡാണ്. അതിലേക്ക് കോമ്പിനേഷൻ വരുന്നത്, അതിലേക്ക് ക്രേപ്പ് ലൈനിങ് ആയിരിക്കും കേട്ടോ. നമുക്ക് മൊഡാൾ സിൽക്കിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുക. അത് അതേപോലെ തന്നെ ഇങ്ങനെ കുഴഞ്ഞ് ഒതുങ്ങി കിടക്കണം എന്നുണ്ടെങ്കിൽ ക്രേപ്പ് ലൈനിങ് ആയിരിക്കും ബെസ്റ്റ് ആയിരിക്കുക. ദുപ്പട്ട വരുന്നത് മൊഡാൾ സിൽക്കിന് 2.5 മീറ്റർ ഉണ്ടായിരിക്കും. സെറി ആ ഒരു ഔട്ട്ല അങ്ങനെ വീവിസ് വന്നിട്ടുള്ള ബോർഡർ ആണ്. നല്ലൊരു ഡിസൈൻ ആയിട്ട് ബ്ലാക്ക് ആൻഡ് മെറൂൺ ഷെയ്ഡിൽ വരുന്നത്. അടുത്തത് സെയിം ഡിസൈൻ തന്നെ, ടോപ്പ് മെറൂണും ദുപ്പട്ട ബ്ലാക്ക് ഷെയ്ഡും കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ലെങ്ത്തും ഇതൊക്കെ സെയിം തന്നെ ആയിരിക്കും. പിന്നെന്താ, അതിന്റെ ഡിസൈനിൽ മാത്രമാണ് ഇത് നേരത്തെ നമ്മൾ കണ്ട ബ്ലാക്കിന്റെ സെയിം തന്നെ മെറൂൺ ഷെയ്ഡിൽ വരുന്നത്. ഇതാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. വർക്കൊന്നും ജസ്റ്റ് ഇതാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇതാണ് സ്ലീവിന്റെ ഏരിയ വരിക കേട്ടോ. സ്ലീവിന്റെ ഡിസൈൻ ഇങ്ങനെ ഒരു വേറിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. ബോഡി പാർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ ആയിരിക്കും. സ്ലീവിന്റെ എൻഡിലേക്ക് 1 ഇഞ്ചിൽ ഒരു ബോർഡർ വരുന്നുണ്ട്. ലോവർ പാർട്ടിലേക്ക് വരുന്ന ബോർഡറാണ് 2 ഇഞ്ചിൽ വരുന്നത് കേട്ടോ. ഇതാണ് നെക്ക് ഏരിയ. ദുപ്പട്ട വരുന്നത് മൊഡാൾ സിൽക്ക് തന്നെയാണ്, ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത്. സ്ലീവിന്റെ പ്രിന്റും അതുപോലെ തന്നെ ദുപ്പട്ടയുടെ പ്രിന്റും ആണ് ഒരേപോലെ വരിക കേട്ടോ. ഇതാണ് ഇതിലെ ലുക്ക് അല്ലേ. നല്ലൊരു ബ്ലാക്കും മെറൂണും കൂടെ വന്നിട്ട് നല്ല സൂപ്പർ ഒരു പീസ്. നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്. ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഒരു റൗണ്ട് പാറ്റേണിൽ വരുന്നതാണ്. ഞാൻ ശരിക്കും ഇതിന്റെ അജകിന്റെ പ്രിന്റ് ഒക്കെ കാണിച്ചിട്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ചെയ്യുന്നതിന്റെ ആ ഒരു രീതിയും എത്ര ടൈം എടുത്തിട്ടാണ് അവർ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. ഫുൾ ഹാൻഡ് മെയ്ഡ് അല്ല, ഫുള്ള് ഒന്നും ഒക്കെ നാച്ചുറൽ ഡൈവ് ആണ്. ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്രിന്റുകളാണ്. അപ്പൊ അത്യാവശ്യം ടൈം എടുത്തിട്ടുള്ളതാണ്. ഈ വീവിങ് ഒക്കെ അങ്ങനെ തന്നെ ഹാൻഡ്ലൂമായിട്ട് ചെയ്യുന്ന ഹാൻഡ് വർക്കാണ്. ഫുൾ അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഫുള്ള് സെറി, നല്ലൊരു സിൽവർ സെറിയാണ് വരുന്നത്. അതും നല്ലൊരു ഷൈനിങ്, നല്ല ഭംഗിയുള്ളൊരു ഷൈനിങ് വരുന്നുണ്ട്. ഓവർ ഭയങ്കര ഗ്ലിറ്ററിങ് അല്ല. താഴ്ഭാഗത്ത് 2 ഇഞ്ചിന്റെ ബോർഡർ ഉണ്ട്. ബാക്ക് പോർഷനിൽ 2 ഇഞ്ച് ബോർഡർ വരുന്നത്. സ്ലീവിന്റെ ഡിസൈൻ ഡിഫറെന്റ് ആണ്. ഒരു ഡോട്ടഡ് പാറ്റേൺ ആണ്, പോൾഗ ഡോട്ടഡ് പാറ്റേൺ ആണ് വരുന്നത്. റെഡും അതുപോലെ തന്നെ മെറൂണും ഐവറി ഷെയ്ഡും കൂടെ ആയിട്ടുള്ള ഡോട്ടാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. സ്ലീവിലേക്ക് ആ ഡോട്ടഡ് പാറ്റേൺ ചിന്തിച്ച് നോക്കിയൊക്കെ. ടോപ്പ് ഫ്രണ്ടും ബാക്കും ഒരേ പ്രിന്റ്. സ്ലീവ് ഏരിയ ഡോട്ടഡ് ആണ്. അപ്പൊ ദുപ്പട്ടയുടെ ബോഡി പാർട്ടും അതുപോലെ ഡോട്ടഡ് ആയിരിക്കും. കോൺട്രാസ്റ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നല്ലൊരു കളർ മീൻസ് നല്ലൊരു ഡിസൈൻ. കളറല്ല, സോറി, നല്ല ഡിസൈൻ. കളേഴ്സ് എപ്പോഴും ഇതിൽ ബ്ലാക്ക്, റെഡ്, മെറൂൺ അങ്ങനത്തെ ഷെയ്ഡ് തന്നെ ആയിരിക്കും. കോമൺ കളേഴ്സ് ആയിരിക്കും. കാരണം നാച്ചുറൽ ഡൈ ആണല്ലോ. കെമിക്കൽസ് ആവുമ്പോഴേ നമുക്ക് അതിൽ പല കളേഴ്സുകൾ നമുക്ക് എക്സ്ട്രാ ഇതാക്കാൻ പറ്റുള്ളൂ.
ഇനി അടുത്തത് ബ്ലാക്ക് തന്നെയാണ്. ഡിസൈനിൽ വേരിയേഷൻ വരുന്നുണ്ട്. ബോഡി ഓൾ ഓവർ സെറി ബൂട്ടാസ് വരുന്നുണ്ട്. നെക്കിന്റെ ഏരിയ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് വരുന്നത്. ലോവർ പാർട്ട് 2 ഇഞ്ച് സെറി ബോർഡർ വരുന്നുണ്ട്. സെയിം ബോർഡർ തന്നെ ബാക്ക് പോർഷനിലും വരുന്നുണ്ട്. ബൂട്ടാസ് ഇല്ല കേട്ടോ ബാക്ക് പോർഷനിൽ. ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത്. സ്ലീവിന്റെ പ്രിന്റ് ഡിഫറെന്റ് ആണ്. സെയിം കളറിലായിരിക്കും. 1 ഇഞ്ച് ബോർഡർ ലോവർ പാർട്ടിൽ ഉണ്ടായിരിക്കും. ടോപ്പിന്റെ സ്ലീവിന്റെ. ഇനി ദുപ്പട്ട സെയിം പ്രിന്റിലാണ്. നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. സ്ലീവിന്റെ സെയിം പ്രിന്റ് കേട്ടോ. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു ഡീപ്പ് ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് മിക്സ് ആയിട്ടുള്ള മെറൂൺ ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് മെറൂണും ബ്ലാക്കും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ആണ്. ഇതിലിപ്പോൾ ഫുള്ള് കോമൺ. ഇത് സത്യം പറഞ്ഞാൽ ഈ പീസ് ഞാൻ വെച്ച സമയത്ത് ഒരു ബ്ലൂവും അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് ഐവറി ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബ്ലൂ പീസ് ഒരൊറ്റ പീസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു കളറായിരുന്നു കേട്ടോ ബ്ലൂ ഷെയ്ഡ്. കാരണം നമുക്ക് നോർമലി മെറൂൺ കളറും ബ്ലാക്കും നമ്മളെപ്പോഴും കാണാറുണ്ട്. പക്ഷെ എന്താ പറയാ, അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ മെറൂണും ബ്ലാക്കും കളേഴ്സ്. നമുക്ക് എത്ര കണ്ടാലും മോഡൽ സിൽക്കിൽ ആ കളേഴ്സിനാണ് കൂടുതൽ ഭംഗി വരിക. ഇപ്പോഴും നമ്മൾ ചെയ്തു വരുമ്പോൾ മെറൂണ് ബ്ലാക്ക് അതുപോലെ തന്നെ എന്താ പറയാ യെല്ലോ ഒക്കെ കളേഴ്സ് ഉണ്ടെങ്കിലും എന്റെ കണ്ണ് കൂടുതൽ പോവുക ബ്ലാക്ക് ആൻഡ് മെറൂൺ കളറിലേക്കാണ്. അപ്പൊ ഇതാണ് നെക്കിന്റെ ഏരിയ വരുന്നത്. ഒരു സെറി വീവ്സ് വരുന്നുണ്ട്. ബോഡി ഓൾ ഓവർ ബൂട്ടാസ് വരുന്നുണ്ട്. എൻ്റെ ഏരിയയിലേക്ക് ഒരു ബോർഡർ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഫൈൻ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെറി വീവിംഗ് ആണ് വരുന്നത്. ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത്. ഈ സെയിം പ്രിന്റ് ആയിരിക്കും ദുപ്പട്ടിലേക്കും വരിക കേട്ടോ. ഇന്നാള് ആരോ കമന്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്പീഡുണ്ട് സംസാരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഒന്ന് ഇതാക്കി നിങ്ങൾക്ക് മനസ്സിലാവണില്ല, ഒന്ന് സ്ലോയിൽ സംസാരിച്ചാൽ കൊള്ളാമെന്നുള്ളു. പക്ഷെ സ്ലോയിൽ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇതാണ് എൻ്റെ ഒരു സ്പീഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. ദുപ്പട്ട വരുന്നത് 2.5 മീറ്റർ ഉണ്ടായിരിക്കും. സെറി ബോർഡർ വരുന്ന ദുപ്പട്ട പല്ലു. അടുത്തത് നല്ലൊരു ഡിസൈൻ ആണ്. കുറച്ചൊരു വലിയ പ്രിന്റ്. ഇപ്പൊ ഇതുവരെ നമ്മൾ അജ്രക്കിന്റെ ചെറിയ പ്രിന്റുകളാണെങ്കിൽ ഒരു ഡിസൈനിന്റെ മാത്രമേ കുറച്ച് വലുപ്പമുള്ള നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇത് കുറച്ചിങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഡിസൈനിൽ വരുന്നതാണ്. നല്ല ഡീപ്പ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡില് ഡീപ്പ് മെറൂൺ കളറും ഐവറിയും ഇൻഡിഗോ ഷെയ്ഡും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത്. നെക്കിന്റെ ഏരിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇത് നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ, സിൽവർ ഷെയ്ഡ്. അതുപോലെ ലോവർ പാർട്ടിൽ 2 ഇഞ്ചിന്റെ ഒരു ബോർഡർ. സെയിം തന്നെ ബാക്ക് പോർഷനിലേക്ക് ഉണ്ട്. വിത്തൗട്ട് ബൂട്ടാസ് ആണ്. ഇതാണ് സ്ലീവ് ഏരിയ വരുന്നത് കേട്ടോ. സ്ലീവ് ഫുൾ ഒരു സിഗ്സാക്ട് പാറ്റേണിലാണ് വരുന്നത്. സ്ലീവിന്റെ എൻഡിലേക്കായിട്ട് 1 ഇഞ്ചിലൊരു സെറി ബോർഡറും കൂടെ വരുന്നുണ്ട്. നമുക്കൊരു ലെങ്ത് ഒരു 47 ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ 4XL സൈസ് വെച്ച് ചെയ്യാം. ടോപ്പിന്റെ അടിഭാഗത്തേക്ക് 2 ഇഞ്ചിലൊരു ബോർഡർ എക്സ്ട്രാ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും ചെയ്യും. നമുക്ക് ലെങ്ത് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ ദുപ്പട്ട വരുന്നത് മൊണാൾ സിൽക്കിൽ വരുന്നതിന് 2.5 മീറ്റർ ഉണ്ടായിരിക്കും. നല്ല ഡീപ്പ് മെറൂൺ ഷെയ്ഡിൽ സിഗ്സാക്ട് ഡിസൈൻ. കാരണം സ്ലീവിന്റെ ഡിസൈൻ സിഗ്സാക്ട് പാറ്റേണിലാണ്. അപ്പൊ അതാണ് ദുപ്പട്ടയുടെ ബോഡി പാർട്ടിൽ വരുന്നത്. പല്ലു ഏരിയയിൽ സെയിം നമ്മുടെ ടോപ്പിന്റെ സെയിം തന്നെ ഈ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ഡിസൈനാണ്. എന്തായാലും നല്ല എന്താ പറയാ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസാണ് കേട്ടോ. അടുത്തത് നമുക്ക് കണ്ട സെയിം ഡിസൈനിന്റെ തന്നെ ടോപ്പ് മെറൂൺ ഷെയ്ഡിൽ വരുന്നത്. ടോപ്പ് മെറൂണും ദുപ്പട്ട ബ്ലാക്ക് ഷെയ്ഡ് കൂടെ വരുന്നത് കേട്ടോ. അപ്പൊ നെക്ക് ഏരിയ ഒക്കെ എല്ലാത്തിന്റെ സെയിം തന്നെയാണ്. താഴേക്ക് ബോർഡർ ഉണ്ട്, ബാക്ക് പോർഷനിൽ ബോർഡർ ഉണ്ട്. ഫ്രണ്ട് ബോഡി ഓൾ ഓവർ ബൂട്ടാസ്. ബാക്ക് പോർഷനിൽ സ്ലീവ് വരുന്നത് സിഗ്സാക്ട് ഡിസൈനിലായിരിക്കും കേട്ടോ. അതായിരിക്കും ദുപ്പട്ട വരിക. പക്ഷെ ബ്ലാക്ക് ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് ദുപ്പട്ട. നല്ല പീസുകളാട്ടോ ഒക്കെ. അടുത്ത ലാസ്റ്റ് പീസ് വരുന്നത് നല്ലൊരു ഞാൻപ്പെട്ട പോലെ നല്ലൊരു ഞാൻപ്പെട്ട സെയിം ഡിസൈൻ ആണ്. പക്ഷെ ഇതിൽ പ്രീ ബുക്കിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. പറഞ്ഞല്ലോ റീസൺ. അപ്പോൾ ഇതിന്റെ പ്രീ ബുക്കിംഗ് ആണ് എടുക്കുന്നത്. ഇതിന്റെ സ്ഥിരം ഒരു കസ്റ്റമർ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൾ എനിക്ക് വളയും കൊണ്ട് തന്നൊരു ഫൗസിത്ത. അപ്പൊ ആളുടെ ഡ്രസ്സ് അപ്പോൾ ഒരു വീഡിയോ നീ കാണിച്ചോ, പ്രീ ബുക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇട്ടത് കാണിക്കേണ്ടത്. എൻ്റെ എക്സ്ട്രാ ഒരു പീസ് കൂടെ ഉണ്ടാവുമല്ലോ. മറ്റത് വേറൊരു കസ്റ്റമർ എടുത്ത് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്കിന്റെ ഏരിയ വരുന്നത്. ഇങ്ങനെ ഫുൾ ബൂട്ടാസ് ആയിട്ട് വരുന്നതാണ്. താഴ്ഭാഗത്ത് ഒരു ബോർഡർ വരുന്നുണ്ട്, സെറി ബോർഡർ വരുന്നുണ്ട്. പിന്നെ ബാക്ക് പോർഷനിലും അതുപോലെ താഴത്ത് വരുന്നുണ്ട്. ഇത് കണ്ട, ഇതാണ് കൈയുടെ ഏരിയ. ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. 1 ഇഞ്ച് സെറി ബോർഡറും കൂടെ വരുന്നത്. ഈ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, നല്ലൊരു പ്രിന്റിൽ വരുന്നതാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ലൈൻ പാറ്റേണിലാണ് ദുപ്പട്ട വരിക. ഫുൾ ലൈൻ ആയിട്ടുള്ള ദുപ്പട്ട വിത്ത് സെറി പല്ലൂസ് കേട്ടോ. അപ്പൊ ഇത്രയും പീസസ് ആണ് കാണിച്ച. എല്ലാ പീസും അടിപൊളിയാണ്. ഇപ്പൊ റെഡി ടു ഡിസ്പാച്ചഡ് ഐറ്റംസ് ഫുള്ള് എക്സെപ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ള ഐറ്റം മാത്രം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാൻ ടൈം ഒരു 30 days എടുക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതേ സെയിം തന്നെ ഞാൻ ഇതിൽ അധികം പ്രിന്റുകൾ കാണിച്ചിട്ടുണ്ട്. എല്ലാം ഈ ഡിസൈനിന് ഇഷ്ടമായി എന്നുള്ള ആളുകൾക്ക് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോയുടെ കാര്യം മറക്കണ്ട. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പൊ ആരും മിസ് ചെയ്യണ്ട. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്കും ബൈ.